പത്തനംതിട്ടയിലെ തണ്ണിത്തോട് ചരിഞ്ഞ കാട്ടാന ഗർഭിണിയായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. അവശനിലയിലായിരുന്ന പിടിയാന 3 ദിവസം മുമ്പാണ് തണ്ണിത്തോട് കല്ലാറിന് സമീപം നിലയുറപ്പിച്ചത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, നമ്മളൊരു കാട്ടാന ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾ കൊല്ലപ്പെട്ട വിവരമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനിടെയാണ് തണ്ണിത്തോട് കല്ലാറിലെ പ്രശ്നം. പറയൂ. SKN തണ്ണിത്തോട് കല്ലാറിലെ ആ ദൃശ്യങ്ങൾ നമ്മൾ തന്നെ മോർണിംഗ് ഷോയിൽ കഴിഞ്ഞ ദിവസം നൽകിയതായിരുന്നു. ആ കാട്ടാന കുറേ നേരം അവിടെ വന്നു നിന്നു. ഒരു കുട്ടിയാനയും ഉണ്ടായിരുന്നു. അത് 2 ദിവസമായ അവശ നിലയിൽ ആ മേഖലയിലൂടെ നടക്കുകയായിരുന്നു. ഡോക്ടേഴ്സ് വന്ന് നോക്കി കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യമുള്ള ആനയാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ടൊക്കെ നൽകി പോയതാണ്. പക്ഷേ പിന്നീട് അത് ചികിത്സിക്കാനൊന്നും തന്നെ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ആ ആനയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി കാട്ടിൽ വെച്ച് ചെരിയുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വനം വകുപ്പ് ഇതിനെ കണ്ടെത്തി കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം നടന്നു. ഇന്നലെ ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തിയായി. ആ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തിയായപ്പോഴാണ് ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. കാട്ടാന ഗർഭിണിയായിരുന്നു. ആ കുഞ്ഞ് 1 മാസത്തിനുള്ളിൽ പ്രസവിക്കേണ്ടതായിരുന്നു. ആന 1 മാസത്തിനുള്ളിൽ പ്രസവിക്കേണ്ടതായിരുന്നു. സ്വാഭാവികമായി ആ കാട്ടാന ഈ ഗർഭാവസ്ഥയിൽ തന്നെ ആ കുഞ്ഞ് മരിച്ചു പോയിരുന്നു എന്ന ആ ഒരു കണ്ടെത്തലാണുള്ളത്. ഗർഭപാത്രത്തിനുള്ളിലേക്ക് കുഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ മരിച്ചിരുന്നു എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തൽ. എന്തായാലും ഈ ഒരു അവശത കൊണ്ടാണ് ആന കാട്ടിലേക്ക് കൂടുതൽ ഉൾവള്ളത്തിലേക്ക് പോകാതെ വെള്ളത്തിന് സമീപമൊക്കെ വന്നു നിന്നിരുന്നത്, തീരെ നടക്കാൻ വയ്യാതെ ഒക്കെ നിന്നിരുന്നത് എന്നാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. മൃഗസ്നേഹികളൊക്കെ തന്നെ ഒരു വലിയ പ്രതിഷേധമൊക്കെ ഈ വിഷയത്തിൽ ഉയർത്തുന്നുണ്ട്. എന്തായാലും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ് തുരത്തി കാട്ടിലേക്ക് വീണ്ടും പറഞ്ഞു വിട്ടത്. എന്തായാലും ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ചേരുന്നത്.